ഹലോ ഫ്രണ്ട്സ്, നമുക്ക് PSC ബുള്ളറ്റിനിൽ നിന്നും കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട്സ് പഠിക്കാം. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം. മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം. അപ്പോൾ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28, ദേശീയ സാങ്കേതിക വിദ്യാ ദിനം മെയ് 11. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി ദിനമായും ആചരിക്കുന്നു. അപ്പം ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി ദിനമായി ആചരിക്കുന്നു. PC മെഹ്ലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക് ദിനമായി ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി ദിനം. PC മെഹ്ലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് സരോജിനി നായിഡുവിനെയാണ്. അപ്പോൾ ഇന്ത്യയുടെ തത്ത അമീർ ഖുസ്രുവും ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവുമാണ്. സർവീസ് എബോവ് സെൽഫ് ആപ്തവാക്യമായ സംഘടന റോട്ടറി ഇൻ്റർനാഷണൽ ആണ്. സർവീസ് എബോവ് സെൽഫ് എന്നത് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആപ്തവാക്യം സർവീസ് ബിഫോർ സെൽഫ് ആണ്. അപ്പോൾ സർവീസ് എബോവ് സെൽഫ് റോട്ടറി ഇൻ്റർനാഷണൽ, സർവീസ് ബിഫോർ സെൽഫ് നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്തയിലാണ്. അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്തയിലുമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബാംഗ്ലൂരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബാംഗ്ലൂരിലാണ്. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളവയാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളവയാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനം. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനവും ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനവുമാണ്. ന്യൂഡൽഹിയിലെ രാജ്പഥ് റോഡിൻ്റെ പഴയ പേര് കിങ്സ് വേ എന്നാണ്. ന്യൂഡൽഹിയിലെ രാജ്പഥ് റോഡിൻ്റെ പഴയ പേര് കിങ്സ് വേ എന്നാണ്. ജൻപഥ് എന്ന റോഡിൻ്റെ പഴയ പേര് ക്വീൻസ് വേ എന്നും. ജൻപഥ് എന്ന റോഡിൻ്റെ പഴയ പേര് ക്വീൻസ് വേ എന്നാണ്. പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3 ആണ്. പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3 ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ആരംഭിച്ച തീയതി 1780 ആണ്. അപ്പം പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3, ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ആരംഭിച്ച തീയതി 1780 ആണ്. പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് റഹ്മത്ത് അലിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ്. പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ റഹ്മത്ത് അലിയും ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസുമാണ്.
പാകിസ്ഥാന്റെ ദേശീയ ഗാനമാണ് ക്വാമി തരാന. പാകിസ്ഥാന്റെ ദേശീയ ഗാനം ക്വാമി തരാന. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമാണ് മിലി തരാന. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനം മിലി തരാന. ബാലഗംഗാധര തിലകന്റെ പത്രമായ കേസരി മറാത്തി ഭാഷയിലും മറാത്ത ഇംഗ്ലീഷിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബാലഗംഗാധര തിലകന്റെ പത്രമായ കേസരി മറാത്തി ഭാഷയിലും മറാത്ത ഇംഗ്ലീഷിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. BC 4 അഗസ്റ്റസ് സീസർ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ക്രിസ്തുവിന്റെ ജനനമെന്ന് കരുതപ്പെടുന്നു. BC 4 അഗസ്റ്റസ് സീസർ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ക്രിസ്തുവിന്റെ ജനനമെന്ന് കരുതപ്പെടുന്നു. AD 29 ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്താണ് ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. AD 29 ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്താണ് ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ KM മുൻഷി. ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ KM മുൻഷി. ബഡ്ജറ്റിന്റെ മറ്റൊരു പേരാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റിന്റെ മറ്റൊരു പേരാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന. ബഡ്ജറ്റ് ഇയറിന്റെ മറ്റു പേരുകളാണ് ഫിനാൻഷ്യൽ ഇയർ, ഫിസ്ക്കൽ ഇയർ എന്നിവ. ബഡ്ജറ്റ് ഇയറിന്റെ മറ്റു പേരുകളാണ് ഫിനാൻഷ്യൽ ഇയർ, ഫിസ്ക്കൽ ഇയർ എന്നിവ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 തുടങ്ങി അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്നു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ സാമ്പത്തിക വർഷം ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ MD വാസുദേവൻ നായർ രചിച്ച രണ്ടാം ഊഴമാണ്. ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ MD വാസുദേവൻ നായർ രചിച്ച രണ്ടാം ഊഴം. PK ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം കർണനാണ്. PK ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം കർണനാണ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലിപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലിപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലിപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സിറിയസ് ആണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലിപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സിറിയസ് ആണ്. പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമായിരുന്നു 5 വണ്ണം. പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമായിരുന്നു 5 വണ്ണം. പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം. പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം. ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതമാക്കിയത് തിയോഡോസിയസ് ഒന്നാമന്റെ കാലത്താണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതമാക്കിയത് തിയോഡോസിയസ് ഒന്നാമന്റെ കാലത്താണ്. ഗ്രാൻഡ് അണക്കെട്ട് തമിഴ്നാട്ടിലും ഗ്രാൻഡ് കനാൽ ചൈനയിലും ഗ്രാൻഡ് കാന്യൻ അമേരിക്കൻ ഐക്യനാടുകളിലുമാണ്. ഗ്രാൻഡ് അണക്കെട്ട് തമിഴ്നാട്, ഗ്രാൻഡ് കനാൽ ചൈന, ഗ്രാൻഡ് കാന്യൻ അമേരിക്കൻ ഐക്യനാട്. ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവനാണ് പോസൈഡോൺ. റോമൻ പുരാണങ്ങളിലെ സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ. ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവനാണ് പോസൈഡോൺ. റോമൻ പുരാണങ്ങളിലെ സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ. 1912 മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ഉറുദു വാരികയാണ് അൽ ഹിലാൽ. 1912 മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ഉറുദു വാരികയാണ് അൽ ഹിലാൽ. 1914 പത്രമാരണ നിയമപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾ അൽ ഹിലാൽ പിടിച്ചെടുത്തപ്പോൾ ആസാദ് തുടങ്ങിയത് അൽ ബലാഖ് ആണ്. 1914 പത്രമാരണ നിയമപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾ അൽ ഹിലാൽ പിടിച്ചെടുത്തപ്പോൾ ആസാദ് തുടങ്ങിയതാണ് അൽ ബലാഖ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതും അൽ ബലാഖ് ആസാദിൻ്റെതുമാണ്. 1923 പ്രവർത്തനം ആരംഭിച്ച സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ CR ദാസും മോത്തിലാൽ നെഹ്റുവും.
1923 പ്രവർത്തനം ആരംഭിച്ച സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ CR ദാസും മോത്തിലാൽ നെഹ്റുവും. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും. 1992 സ്ഥാപിതമായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ്. 1992 സ്ഥാപിതമായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ്. ഇതിൻ്റെ പ്രമുഖ ഓഹരി സൂചികയാണ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. ഇതിൻ്റെ പ്രമുഖ ഓഹരി സൂചികയാണ് നിഫ്റ്റി. 1875 സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രമുഖ ഓഹരി സൂചിക BSE സെൻസെക്സ് എന്നറിയപ്പെടുന്നു. 1875 സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രമുഖ ഓഹരി സൂചിക BSE സെൻസെക്സ് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12. ദേശീയ യുവജന ദിനം ജനുവരി 12. വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി 12. 5-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുണ്ടായ ഹൂണന്മാരുടെ ആക്രമണമാണ് തക്ഷശില സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത്. 5-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുണ്ടായ ഹൂണന്മാരുടെ ആക്രമണമാണ് തക്ഷശില സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത്. നളന്ദ സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത് 12-ാം നൂറ്റാണ്ടിലുണ്ടായ മുസ്ലിം ആക്രമണമാണ്. നളന്ദ സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത് 12-ാം നൂറ്റാണ്ടിലുണ്ടായ മുസ്ലിം ആക്രമണമാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവികളാണ് ഒട്ടകവും ലാമയും. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവികളാണ് ഒട്ടകവും ലാമയും. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ചിനൂക്ക്. ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ഹർമറ്റൺ. ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ഹർമറ്റൺ. മറാത്ത കേസരി എന്ന് വിളിക്കപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകനാണ്. മറാത്ത കേസരി എന്ന് വിളിക്കപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകനാണ്. ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. മലയാള ഭാഷയിലെ ആദ്യത്തെ ചമ്പു ഉണ്ണിയച്ചി ചരിത്രവും സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശവുമാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ ചമ്പു ഉണ്ണിയച്ചി ചരിതവും സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശവുമാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.